ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് നല്ല മുരുമുരുന്നിനെ വറുത്തെടുക്കാൻ തേങ്ങി നോക്കാം. ഉരുളൻകിഴങ്ങ് വറുത്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ചിപ്സ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് ചിപ്സ്, അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതിൽ കൂടി നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. അത് എടുക്കുമ്പോൾ ഒരുപാട് വലിയ ഉരുളൻകിഴങ്ങ് എടുക്കണ്ട, ഇതേപോലെ ഒരു മീഡിയം സൈസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് വലിയ പീസായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഓയിലിൽ ഇടുമ്പോൾ അതിൻ്റെ സെൻറ്ററിലൊക്കെ ചിലപ്പോൾ ശരിക്കാണ്ട് പൊരിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഈ ഉരുളൻകിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉരുളൻകിഴങ്ങ് ചിപ്സ് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഒറ്റ പ്രാവശ്യം നോക്കിയാലും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു റെസിപ്പി ആയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇടാൻ വേണ്ടിയിട്ട് വൈകിയത്. കാരണം ഇത് ഇടണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടുന്നില്ല. അപ്പം സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും വീടുകളിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും ഉരുളൻകിഴങ്ങ് ചിപ്സ്. പക്ഷെ നമുക്കത് കളർ മാറാണ്ട് ശരിക്കും കിട്ടുന്നുണ്ടാവില്ല. അപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഉരുളൻകിഴങ്ങ് ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫാക്ടറികളിലൊക്കെ ആയിരുന്നാലും അത് ഒരു 48 മണിക്കൂറിനുള്ളിൽ ഉരുളൻകിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുക്കുമല്ലോ, പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കും. ഒരുപാട് ഇങ്ങനെ പഴക്കെത്താൻ വേണ്ടിയിട്ട് നിൽക്കില്ല. ഒരു 2 ദിവസത്തിനുള്ളിൽ ഉരുളൻകിഴങ്ങ് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും നല്ല വെള്ള കളർ കിട്ടൂല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ, അങ്ങനത്തെ കളറിൽ കിട്ടാം. പക്ഷെ നമുക്കൊക്കെ ഇവിടെ കിട്ടുമ്പോഴേക്കും കുറച്ചധികം ദിവസങ്ങളൊക്കെ എത്തിയിട്ടാണല്ലോ സാധാരണ ഉരുളൻകിഴങ്ങ് കിട്ടാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശരിക്കുള്ള കളർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ 2 മണിക്കൂർ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്നുകൂടി നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് അല്ലാത്ത ഉരുളൻകിഴങ്ങാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോംബെയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കിട്ടും. അവിടെ ആ സൈഡിലേക്ക് ഉരുളൻകിഴങ്ങ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കിട്ടില്ല. അപ്പോൾ ഫ്രഷ് അല്ലാത്ത ഉരുളൻകിഴങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ സാധാരണ വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ട് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കത്തി വെച്ചിട്ട് നമ്മൾ എത്ര കനം കുറച്ചിട്ട് കട്ട് ചെയ്താലും എനിക്ക് തോന്നണു അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കനം കുറഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടൂല. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു സ്ലൈസറാണ് ഉള്ളത്. ഇതിനകത്ത് നല്ല കനം കുറച്ചിട്ട് നല്ല എന്താ പറയുക നല്ലൊരു കടലാസ് പോലെ കിട്ടും. അത്രയ്ക്ക് കനം കുറച്ചിട്ട് നമ്മൾ ഇത് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേവാണ്ട് ഇങ്ങനെ തണുത്ത പോലെ കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിലും മരത്തിൻ്റെ സ്ലൈസർ കിട്ടുമല്ലോ, അങ്ങനത്തെ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് വേണം മെയിനായിട്ട്. പിന്നെ അത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. നമുക്ക് എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ അത്രയ്ക്കും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ തൊണ്ട് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് പോണ്. തൊണ്ട് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലേക്കാണ് ഇടുന്നത്. ആ ഇടുന്ന വെള്ളത്തിൽ ഞാൻ ഉപ്പും കൂടിയും ചേർത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. എന്നിട്ട് ചിലർ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടാണ് സാധാരണ മിക്കവാറും ചിപ്സ് ഉണ്ടാക്കി കാണാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഉരുളൻകിഴങ്ങ് ഫ്രഷ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ആ ചിപ്സിൻ്റെ കളറ് ഒരു ബ്രൗൺ കളറാവും പെട്ടെന്ന്. അപ്പം ഞാൻ വെള്ളത്തിൽ നിന്ന് നേരിട്ടിട്ടാണ് ഓയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ വറുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടറ്റോ ചിപ്സിന് നല്ലൊരു കളറും നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നേരിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ടാലും മതി. അപ്പോൾ ഫ്രഷ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും അതേപോലെ അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാം. ഉരുളൻകിഴങ്ങ് തൊണ്ടളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ പില്ലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആട്ടോ. ഇതേപോലെ പില്ലർ ഇല്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പില്ലർ ഒരെണ്ണം വാങ്ങാം. കാരണം ഇതിങ്ങനെ ചെയ്യാത്തവർ ചിലപ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാന്ന് വിചാരിക്കും. പക്ഷേ പീലർ വെച്ചിട്ട് മാങ്ങയുടെ തൊണ്ട് അല്ലെങ്കിൽ പച്ച പപ്പായയുടെ തൊണ്ട് എന്തിൻ്റെ തൊണ്ട് കളയും. ക്യാരറ്റിൻ്റെ തൊണ്ട്, പിന്നെ എന്തിൻ്റെ തൊണ്ട്, ക്യാരറ്റിൻ്റെ തൊണ്ട്, പപ്പായയുടെ തൊണ്ട്, മത്തങ്ങയുടെ തൊണ്ട്, എന്തിൻ്റെ തൊണ്ട് കളയാനായിരുന്നാലും ഇതേപോലെ പീലർ വെച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇങ്ങനെ പീലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് ഒട്ടും പോവില്ല. ഈ തൊണ്ട് മാത്രം അങ്ങോട്ട് നല്ല കനം കുറച്ചിട്ട് നമുക്കങ്ങോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇനി ഇതിങ്ങനെ തൊണ്ട് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സ്ലൈസ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ പാത്രത്തിലുണ്ട് ഞാൻ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തൊണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കും ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാവരും ഞാനിവിടെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. വെള്ളത്തിൽ ഉപ്പ് ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് ടേസ്റ്റ് നോക്കാം. ഒരു പൊടിക്ക് ഉപ്പൊന്ന് കൂടി നിന്നോട്ടെ. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ല കനം കുറച്ചിട്ട് സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല കനം കുറഞ്ഞിട്ടുള്ള സ്ലൈസർ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അങ്ങനെ നിർത്തി നിർത്തി ചെയ്യരുത് കേട്ടോ, നല്ല സ്പീഡിൽ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫിനിഷിങ്ങിൽ അങ്ങോട്ട് പോവില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമുക്ക് എന്തോരം പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ സ്ലൈസർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കത്തി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കാണ്ട് കനം കുറഞ്ഞ് കിട്ടില്ല. ഉരുളക്കിഴങ്ങ് എല്ലാവരും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ലൈസർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഈ വെള്ളത്തിൽ നിന്ന് നേരിട്ടാണ് ഓയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഭയങ്കര കനം കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ കയ്യിലെടുത്താൽ ഇത് അങ്ങനെ ഒടിഞ്ഞൊന്നും പോവില്ല. ഇതിങ്ങനെ നല്ല കനം കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പറയാം, നല്ലൊരു പേപ്പർ പോലെ ഇരിക്കും. ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കിത് മടക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത്രയ്ക്ക് കനം കുറച്ചിട്ട് വേണം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഓയിൽ ചൂടാക്കിയിട്ട് നേരിട്ടിട്ട് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഓയിലിലേക്ക് ഇടും. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇത് ഓയിലിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെങ്കിലും പൊരിച്ചിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഓയിലിൽ മുങ്ങിക്കിടണം. അപ്പോൾ ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം, വെളിച്ചെണ്ണ ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നോട്ടിട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ നേരിട്ട് വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ഞെക്കി കളഞ്ഞിട്ട് അങ്ങോട്ട് ഓയിലിലേക്ക് ഇടുക. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയ്ക്കാണ് ഒരുമിച്ച് കുറച്ച് കൂടുതലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു പിടി പോലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് വെള്ളം കളയുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓയിലിലേക്ക് ഇടുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ഫസ്റ്റ് ഇട്ടതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒരു നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഓയിലിലേക്ക് ഇടാം. ഒരുപാട് അങ്ങോട്ട് നിറച്ചങ്ങോട്ട് ഇടണ്ട, മുകളിലും മുകളിലായിട്ട് ഇടില്ല, അങ്ങനെ ഇടണ്ട. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മൂളി കിടക്കുന്നത് ചിലപ്പോൾ ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ ഇത് നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അത് ഓയിലിൽ നിന്ന് എടുക്കണം. നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണം മാത്രം ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം നല്ല ഗോൾഡൻ കളറിലാണ് കിട്ടിയിട്ടുണ്ട്.
ഞാനിവിടെ വറുത്തെടുത്തത് എല്ലാം കൂടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്താട്ടോ, കാരണം ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ട്രിപ്പ് ഇതിലേക്ക് ചേർത്തത്. പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. നല്ല കിളിക്കണ സൗണ്ട് കേൾക്കണില്ലേ? കളറായിരുന്നാലും നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2-3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിൽ നിന്നാണ് ഡയറക്റ്റ് ഓയിലിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് കിട്ടുമ്പോൾ ഉരുളൻകിഴങ്ങ് അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കില്ല. പിന്നെ ഇത് ഓയിലിൽ ഇടുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കുക. വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരിത് നന്നായിട്ട് തീ കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ കോരി എടുത്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളത് ഓയിലിൽ കിടന്നിട്ട് ചിലപ്പോൾ കളർ മാറിയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഭയങ്കര ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് ഓയിലിൽ നിന്ന് എടുക്കുകയും വേണം. കാരണം ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇത് ഒന്നിരുന്നിട്ട് ഇതിന് ഭയങ്കര കനം കുറവാണല്ലോ, ഇതുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കളർ മാറുകയും ചെയ്യും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതേപോലെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് വെതറി കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇത് ഒരുവിധം ചൂടാറുന്നതിന് മുമ്പ് ഇതിലേക്ക് നമ്മൾ ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറേയൊക്കെ വറുക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ട്രിപ്പൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുമല്ലോ. ഇനി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം അതിനകത്ത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല, ഒരു ബ്രൗൺ കളറൊക്കെ ആയിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നാളെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പി വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ ഏത് ഇമെയിൽ വെച്ചാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലിലേക്ക് പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.